വാഹന സൗകര്യമില്ലാത്തതിനാൽ കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ ബ്ലഡ് ബാങ്കുകളുടെ പ്രവർത്തനം താളം തെറ്റുകയാണ്. വിവിധ ക്യാമ്പുകൾ വഴി ബ്ലഡ് ബാങ്കുകളിൽ എത്തുന്ന രക്തത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. വാഹന സൗകര്യമില്ലാതായതോടെ മെഡിക്കൽ കോളേജിന്റെയും മറ്റ് സഹായത്തോടെ നടത്തുന്ന ഔട്ട്റീച്ച് രക്തദാന ക്യാമ്പുകളാണ് കുറഞ്ഞത്. ഇതോടെ ആവശ്യത്തിന് രക്തം ലഭിക്കാതെ ബ്ലഡ് ബാങ്കുകളുടെ പ്രവർത്തനം താളം തെറ്റിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. വാഹന സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കും കളക്ടർക്കും അടക്കം നിവേദനങ്ങൾ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. മെഡിക്കൽ കോളേജ് അവസാനമായിട്ട് ക്യാമ്പുകൾ ചെയ്തിട്ടുള്ളത് നിപ്പയുടെ കാലഘട്ടത്തിലായിരുന്നു. ഇതുവരെ ക്യാമ്പുകളൊന്നും ഔട്ട്റീച്ച് ക്യാമ്പുകളൊന്നും നടത്തിയിട്ടില്ല. വാഹനം തന്നെയായിരുന്നു അതിനൊരു പ്രധാന കാരണം. പുതിയൊരു വാഹനം വരുന്നതോടുകൂടി അതിന് പരിഹാരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെഡിക്കൽ കോളേജ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമോ എന്നുള്ളതാണ്. അത് കിട്ടാത്തൊരു സാഹചര്യം കൊണ്ട് പലപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ ക്യാമ്പുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു വാഹനം വരുന്നതോടുകൂടി അതിനൊരു മാറ്റം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മെഡിക്കൽ കോളേജ്, ബീച്ച് ആശുപത്രി, കോട്ടപ്പറമ്പ് ആശുപത്രി എന്നിവിടങ്ങളിലേക്കുള്ളതാണ് വാഹനം. ആഴ്ചയിൽ വാഹനവുമായി പോയി 2-3 ദിവസമെങ്കിലും ക്യാമ്പ് നടത്താറുണ്ടായിരുന്നു. ശരാശരി 200 ദാതാക്കളെങ്കിലും എത്താറുണ്ടായിരുന്നു. ലഭ്യത കുറഞ്ഞതോടെയാണ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിലടക്കം രക്തത്തിന് ദൗർലഭ്യം അനുഭവപ്പെട്ടത്. നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള രക്തം കിട്ടാനാണ് അധികം ബുദ്ധിമുട്ട്. രോഗികൾ തന്നെ രക്തദാതാക്കളെ കണ്ടെത്തേണ്ടി വരുന്ന ഗതികേടിലാണ് പലപ്പോഴും. പല സംഘടനകളും സ്വന്തം ചെലവിൽ വാഹനമൊരുക്കി ക്യാമ്പുകൾ നടത്തുകയാണ്. അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികളുടെ ജീവന് വില കൽപ്പിക്കണമെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. ജനം, കോഴിക്കോട്.